എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല കൊഴുത്ത ചാറോട് കൂടിയും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമായിട്ടുള്ള ഈ കറി ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയും കൂടെ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എരിവിനുള്ള ഈ 3 പച്ചമുളക് ഇപ്പം നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് ഈ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കാതെ നമുക്ക് വേവിച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമുറി തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, മുഴുവത്തോടെയുള്ള പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തിട്ട് നമ്മുടെ കളർ മാറണ്ട. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിട്ടതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, ക്യാമറ ഓൺ അല്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് ഇതേ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ആ സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. തണുത്ത് വരുന്ന സമയത്തൊന്ന് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾ 2 ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒത്തിരി പുളിയൊന്നും ആവശ്യമില്ല, കുറച്ചൊരു ചെറിയൊരു പുളി മതി. അതിനായിട്ട് വേണ്ട നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഇതേ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം കൂടി ഒഴിച്ച് ഞാൻ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവ് തോന്നിയപ്പോഴത്തേനും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചിട്ട് വേണം നമുക്ക് കടുക് വറുത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഉപ്പും എരിവൊക്കെ ഈ സമയത്ത് നോക്കണം, കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് ഞാൻ ഇടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോയും എടുക്കാൻ മറന്നു പോയതാണേ. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ കറി തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. തേങ്ങയ്ക്കൊന്നും ഒത്തിരി വറക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഇതുണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ തേണ്ട കടുക് പൊട്ടി വന്നപ്പം നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ എടുക്കാം, അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ എടുക്കാം. അത്രയ്ക്കും ടേസ്റ്റുള്ള കറിയാണേ. അപ്പോൾ നമ്മുടെ കടുക് വറുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഞാനിതൊന്ന് കാണിച്ചു തരാവേ.
അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒരു തവണ തയ്യാറാക്കിയാൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരു തവണയെങ്കിലും തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്